ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോട്ടീൻ റിച്ച് ആയ ഒരു ദോശയാണ്. ഇത് ദോശയുടെ വീഡിയോ അല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം സ്കിപ്പ് ചെയ്യേണ്ട. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് നമ്മൾ അരി അരച്ചതിന് ശേഷം റസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മാവിനെ അപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാൻ വരും. നിങ്ങൾ ഏതിലാണ് മെഷർ ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കണം കേട്ടോ. ഇതാ ഇപ്പം ഞാൻ നോക്കൂ, ഇതുപോലെ ഇതിന് ഇവിടെ പടി എന്നാണ് പറയുക. അതിൽ ഞാൻ 1.5 പടി ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഹാഫ് പച്ചരി, ഇത്ര മാത്രം മതി അതിന്. അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് പരിപ്പുകളെല്ലാം കുറച്ച് ആവശ്യമുണ്ട്. അതിനായി ഞാനിവിടെ ഹാഫ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സാമ്പാർ പരിപ്പാണ്, അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നിലക്കടല, പട്ടാണി, ഞങ്ങളുടെ കയ്യിൽ എന്തെല്ലാം പരിപ്പുകളുണ്ടോ എല്ലാ പരിപ്പുകളും നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ചെറുപയർ പരിപ്പ്, നമ്മുടെ മുതിര, ചെറുപയർ. ഇനി നമുക്കിത് നമ്മൾ പുട്ടിൻ്റെ കറി ഉണ്ടാക്കില്ലേ ആ കടല, ബ്രൗൺ കടല, അതെല്ലാം ചേർന്ന് ഒരു പടി എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 പടി ഉഴുന്ന്. ഇനി ഇതെല്ലാം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി നമുക്കിത് കുതിർത്താൻ വെക്കണം. ഇതൊരു 8 hours എങ്കിലും കുതിരണം. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ നമുക്കിത് കുതിർത്താൻ വെച്ച് രാവിലെ അരച്ച അപ്പം തന്നെ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ അരിയുടെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ കുതിരട്ടെ. ഡിന്നറിനാണെങ്കിൽ നമുക്ക് കാലത്തിട്ട് രാത്രിക്ക് നമുക്ക് അരച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ അരിയെല്ലാം നല്ല കുതിർന്ന് നമുക്കിത് അരച്ചെടുക്കാം. പരിപ്പ് നോക്കൂ, നല്ല കുതിർന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിൽ എരിവിന് ആവശ്യമുണ്ട്. അതിനായി കുറച്ച് വറമുളക്, ഒരു 12-13 വറമുളക് എടുത്തിട്ടുണ്ടാവും ഞാൻ. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് കുരുമുളക്. ഇനി നമുക്ക് ഈ കുതിർന്ന അരിയെല്ലാം തന്നെ അരച്ചെടുക്കാം. നോർമലി നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ തന്നെ. നമ്മുടെ അരിയെല്ലാം തന്നെ നമ്മുടെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, അതേപോലെ തന്നെ നമ്മുടെ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പുകളെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഈ പരിപ്പുകൾ ഒത്തിരി നൈസായിട്ട് അരയ്ക്കേണ്ട, കുറച്ച് തരിതരിയായി ഇരുന്നാലും മതി. ആവശ്യത്തിനുള്ള ഉപ്പും അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ജീരകം, പരിപ്പില്ലേ ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാണ്ടിരിക്കാനും കൂടിയാണ്, ടേസ്റ്റിയുമാണ്. അതുപോലെ 4-5 അല്ലി വെളുത്തുള്ളി. ഇതുപോലെ ഇങ്ങനെ കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കാം നമ്മൾ. അപ്പോഴേ നമുക്ക് ഈ ദോശ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നോക്കും, ഇപ്പം ഞാൻ അരച്ച മാവിൻ്റെ ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചെടുത്ത് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉപ്പും ഞാൻ കുറച്ച് കുറവുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇതെല്ലാം കറിവേപ്പില, കുറച്ച് മല്ലിയില, ചെറിയ ഉള്ളി അരിഞ്ഞത് എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർ അരച്ച് ചേർത്തിയാലും ടേസ്റ്റിയാണ്. ഞാൻ അത് അരച്ചിട്ടില്ല, ഇതിനെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ആ ദോശ ഉണ്ടാക്കുമ്പോൾ ആ ഉള്ളിയെല്ലാം നല്ല മണമായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ദോശയ്ക്ക് ഒരു കളറ് കിട്ടും. ഇത് പരിപ്പൊന്നും കഴിക്കാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അതിലെല്ലാവരും കഴിക്കും. ആ പരിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും അതിൽ വരില്ല. നല്ല പ്രോട്ടീൻ റിച്ചായ ഒരു ദോശയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ദോശ ഒരു വശമായി ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. നോക്കൂ, അതുപോലെ നല്ല നമുക്ക് ആ പരത്തുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണം, ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് നല്ലപോലെ എണ്ണയെല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ല ക്രിസ്പി ആക്കി കൊടുക്കാം.
ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.